ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നാം വലിയ നോമ്പ് കാലത്തിൽ ആണല്ലോ ആയിരിക്കുന്നത്. നോമ്പ് നമ്മുടെ ആത്മീക വർധനയ്ക്ക് ഉതകുന്നതായിരിക്കണം. പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നിയന്ത്രണത്തിലൂടെയുമാണ് നമുക്കത് സാധ്യമാകുന്നത്. സങ്കീർത്തനം 91 സൂചിപ്പിക്കുന്നത് പോലെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന അവസ്ഥ. നോമ്പും ഉപവാസവുമൊക്കെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവമാണ്. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കാനും കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കാനും ദൈവത്തിൻ്റെ ആലോചന സ്വീകരിക്കാനും ഏറ്റവും പറ്റിയ സന്ദർഭം നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും കാലമാണ്. ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് എത്രയോ തീരുമാനങ്ങൾ ഓരോ ദിവസവും എടുക്കേണ്ടി വരുന്നു. ദൈവത്തിൻ്റെ ആലോചന സ്വീകരിച്ച് തീരുമാനങ്ങളെടുത്താൽ അത് ഫലവത്താകുക തന്നെ ചെയ്യും. തിരുവചനത്തിലെ അനേകം വ്യക്തികളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ തീരുമാനങ്ങളെയും ദൈവിക നടത്തിപ്പുകളെയും കുറിച്ച് നാമും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടവയാണ്. മോശ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ദൈവത്തിന് മോശയിലൂടെ അനേക വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമായത്. ബാബേലിലെ രാജകൊട്ടാരത്തിലെ സ്വാദിഷ്ടമായ ഭോജനം കൊണ്ടും വീഞ്ഞുകൊണ്ടും തന്നെ മലിനപ്പെടുത്തുകയില്ല എന്ന ഉറച്ച തീരുമാനത്താൽ ദാനിയേലിനെ കൽദയ രാജ്യത്തെ ശ്രേഷ്ഠന്മാരിൽ അഗ്രഗണ്യനാക്കി തീർത്തു. ബൈബിളിലെ പഴയ നിയമ പുസ്തകത്തിലെ രൂത്തിൽ എലിമലേക്കിൻ്റെ ഭവനത്തിൻ്റെ ചരിത്രം സൂചിപ്പിക്കുന്നു. ബെത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ തൻ്റെ ഭാര്യയോടും യുവാക്കളായ 2 മക്കളോടും ചേർന്ന് മോവാബ് ദേശത്തേക്ക് പ്രവാസിയായി യാത്രയായി. അവിടെ സുരക്ഷിതമായി ജീവിക്കാമെന്ന് കരുതിയാണ് അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചത്. എന്നാൽ അധികം താമസിയാതെ അദ്ദേഹം ആ ദേശത്ത് വെച്ച് മരിച്ചുപോയി. നവോമിയും മക്കളായ മഹളോനും കില്യോനും ചേർന്ന് മറ്റൊരു തീരുമാനമെടുത്തു. ആ ദേശത്ത് നിന്ന് ഉള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുക. എന്നാൽ അധികം താമസിയാതെ 2 മക്കളും മരിച്ചുപോയി. 3 വിധവകൾ മാത്രമുള്ള വീടായി തീർന്നു നവോമിയുടെ ഭവനം. ആലോചിച്ചു നോക്കൂ, എത്ര ദുഃഖകരമാണ് ആ അവസ്ഥ. ദൈവത്തിൻ്റെ കരം അവരുടെ കുടുംബത്തിന് വിരോധമായി പുറപ്പെട്ടിരിക്കുന്നുവെന്ന തിരിച്ചറിഞ്ഞ് നവോമി തൻ്റെ സ്വന്തം ദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. മരുമക്കളെ അവരവരുടെ വീട്ടിലേക്കും അവരവരുടെ ദേവന്മാരുടെ അടുക്കിലേക്കും പറഞ്ഞയക്കാമെന്ന് കരുതി. എന്നാൽ ഓർപ്പ അവൾ സ്വന്തം ജനത്തിലേക്കും തങ്ങളുടെ ദേവന്മാരുടെ അടുത്തേക്കും തിരികെ പോയി. എന്നാൽ രൂത്ത് തിരഞ്ഞെടുത്ത മാർഗം എന്തായിരുന്നു? അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്നെ വിട്ടുപിരിയാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്തേക്ക് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ. അവളുടെ തീരുമാനം വ്യക്തവും ശക്തവുമെന്ന് മനസ്സിലാക്കിയ നവോമി അവളെ കൂടെ കൂട്ടുകയല്ലാതെ മറ്റ് മാർഗം ഇല്ലായിരുന്നു. രൂത്തിൻ്റെ തീരുമാനം മാനുഷികമായിരുന്നോ? ഒരിക്കലുമല്ല. മാനുഷികമായി ചിന്തിച്ചാൽ ഒന്നുമില്ലായക. അവൾ മോവാബ് ദേശക്കാരി, അതായത് പുറജാതിക്കാരിയായ സ്ത്രീ, വിധവയായ സ്ത്രീ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അവൾക്ക് ഒന്നുമില്ലാത്ത അവസ്ഥ. യഹോവയായ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ തീരുമാനമെടുത്തു. അമ്മാവിയമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയുള്ള സമയത്ത് ദൈവം അവളെ കരുതിയത് നോക്കൂ. ഒരു ധനികനായ ബോവാസിനെ തൻ്റെ വീണ്ടെടുപ്പുകാരനായി ഒരുക്കി. യേശുക്രിസ്തുവിൻ്റെ വംശാവലി പട്ടികയിൽ അവളെയും ദൈവം കണ്ടു.
1 കൊരിന്ത്യർ 9:2-9 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. കാട്ടുമങ്ങാട്ട് ബാവന്മാർ കൊച്ചി രാജ്യാതിർത്തി വിട്ട് അഞ്ഞൂർ പ്രദേശത്ത് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടിയായിരിക്കുമ്പോൾ ദൈവം കണ്ടത് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയെയാണ്, അതായത് എന്നെയും നിങ്ങളെയുമാണ്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ദൈവശബ്ദം കേട്ട് പ്രതികരിച്ച ശൗലിൽ ദൈവം കണ്ടത് സഭയുടെ ശില്പിയായ പൗലോസിനെയാണ്. ഈ നോമ്പുകാലത്ത് ദൈവശബ്ദം ശ്രദ്ധിച്ച് നല്ല തിരഞ്ഞെടുപ്പ് നടത്തി ദൈവം നമ്മെക്കുറിച്ച് എന്താണോ കരുതിയിരിക്കുന്നത് അതുപോലെ ആയിത്തീരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.